ജോലി കിട്ടിയ ഉടനെ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് കാശ് സേവ് ചെയ്യാന്നായിരിക്കും. എന്നാൽ ആ ഫസ്റ്റ് പ്ലാൻ തന്നെ നടക്കാത്ത അവസ്ഥ നമുക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കാശ് കുറച്ച് സേവ് ചെയ്യുന്നു പ്ലാൻ ചെയ്തിട്ട് ഫസ്റ്റ് തവണ തന്നെ അത് മുഴുവൻ കംപ്ലീറ്റ്ലി ചിലവാക്കുന്നൊരു സ്വഭാവം നമുക്ക് പലർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാങ്ക് എക്സാം ആസ്പിറൻസിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ബാങ്കിങ് ടേമായ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നൊരു ടേമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണേ. വളരെ സിമ്പിൾ ആണ്, യൂസ്ഫുള്ളും ആയിരിക്കും. അതായത് നിങ്ങൾ ജോലി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയി ഇടാം. അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാ മാസവും ഓട്ടോ പേ ആയിട്ട് ആ പൈസ നിങ്ങൾ പോലും അറിയാതെ ഒരു സേവിങ് പോലെ നിങ്ങളുടെ ബാങ്കിൽ ചെന്നോളും. അതിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഓരോ തവണ ഇടുന്നതിനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഇവൻച്വലി നിങ്ങൾ പോലും അറിയാതെ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ടാവും. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ആദ്യം ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഒരു 10,000 രൂപ റെക്കറിംഗ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശമ്പളം 40,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ 40,000 രൂപയ്ക്കുള്ള ചിലവേ നമുക്ക് ഉണ്ടാവുള്ളൂ. 10,000 പോകുന്നത് നമ്മൾ അറിയില്ല. എല്ലാ മാസവും അങ്ങനെ ആവുമ്പോൾ ഇവൻച്വലി വർഷം അവസാനിക്കുമ്പോൾ കയ്യിൽ കുറച്ച് നല്ല സേവിങ്സ് ഉണ്ടാവും. സോ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ബാങ്കിന്റെ സൈഡിൽ നിന്നുള്ള ഒരു നല്ല സപ്പോർട്ടാണ്. നമ്മുടെ സേവിങ്സിനൊപ്പം ഒരല്പം ഇൻട്രസ്റ്റ് ബാങ്കും കൂടെ തരും. അപ്പോൾ ഇനിയെങ്കിലും സേവിങ്സ് ഒരു വളരെ വലിയ പ്രയോറിറ്റി ആയിട്ട് എടുത്ത് നോക്കുക. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന വേർഡ് പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.